ഹായ് സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു പെൺകുട്ടിയുടെ കഥയല്ലേ പഠിച്ചു വന്നത്? കവിതാരൂപത്തിൽ. ആരുടെയായിരുന്നു? ആയിഷയുടെ കഥ അല്ലേ? ആയിഷ നമ്മളുടെ കവിയായ വയലാറിന്റെ വീട്ടിൽ ചെല്ലുകയാണ്. എന്തിനാണ് ചെല്ലുന്നത്? ഒരു പുത്തൻ ഉടുപ്പ് തയ്പ്പിച്ചു, അതിന്റെ ഭംഗി കാണിക്കാൻ. അതിന്റെ ആ ഒരു വളരെ സന്തോഷത്തോടുകൂടി അത്ഭുതത്തോടുകൂടി ആ കുഞ്ഞ് ഓടി ചെല്ലുകയാണ് അതിന്റെ തൊട്ട് അയൽവക്കത്ത് താമസിക്കുന്ന നമ്മളുടെ കവിയുടെ അടുത്ത്. അപ്പൊ എന്താണ് ആ കുഞ്ഞ് പറയുന്നത്? എങ്ങനെയുള്ളായിരുന്നു ആ കുഞ്ഞിന്റെ ഉടുപ്പ്? പുത്തനുടുപ്പ് താരക ചെറുപുള്ളി കുത്തിയ നീലാകാശത്തുണ്ട് പോലുള്ള ഉടുപ്പായിരുന്നു ആ കുഞ്ഞിൻ്റെത്. താരക ചെറുപുള്ളി, നമ്മൾ ആകാശത്തിലെ കുഞ്ഞു നക്ഷത്രങ്ങൾ നിൽക്കുന്നില്ലേ? ഇപ്പോൾ അതിന്റെ വർണ്ണനയൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നു. അങ്ങനെയുള്ള ഒരു ഉടുപ്പ് ഇട്ടോണ്ട് ആ കുഞ്ഞ് എന്ത് ചെയ്തു? ആ കുഞ്ഞ് തൊട്ടടുത്ത അയൽവാസിയായിട്ടുള്ള കവിയുടെ വീട്ടിൽ ചെല്ലുകയാണ്. എന്താണ് പറയുന്നത്? ഇന്നലെ എനിക്കൊരു ജാക്കറ്റ് തയ്പ്പിച്ചു. എവിടെ നിന്നാണത്? ഇന്നലെ എന്റെ മജീദിക്ക പട്ടണത്തിൽ പോയിട്ട് വന്നപ്പോ എനിക്ക് പുതിയ ജാക്കറ്റ് തയ്പ്പിച്ചുകൊണ്ട് തന്നു. എന്താണ്? ഒത്തിരി വിലയായ ജാക്കറ്റാണ് ഇതെന്ന് പറഞ്ഞ് കുഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടി കവിയോടുകൂടി പറയുന്നു. അപ്പൊ കവി എന്താണ് ആ കുഞ്ഞിനെ ഒന്ന് കളിയാക്കി പറയാൻ വേണ്ടിട്ട് പറഞ്ഞു, അയ്യോ ഇതാണോ ഒരുപാട് വിലയുള്ളത്? ഇത് കിടക്കശീൽ പോലെ ഉണ്ടല്ലോ, നമ്മൾ കിടക്കുന്ന വിരി ഉണ്ടല്ലോ, കിടക്ക വിരി പോലെ ഉള്ളതാണെന്ന് പറഞ്ഞ് കവി ആ കുഞ്ഞിനെ കളിയാക്കുന്നു. അപ്പൊ അത് കേട്ട കുഞ്ഞിന്റെ മുഖത്തെ സന്തോഷമെല്ലാം മാറി വളരെ വിഷാദപൂർവ്വം ആ കുഞ്ഞ് ആ ഉടുപ്പിനെ ഇങ്ങനെ നോക്കുകയാണ്. ഉണ്ടോ? എന്നിട്ട് പോകൂ ചേട്ടാ, എന്നെ കളിയാക്കാതെ പോകുന്നൊക്കെ ആ കുഞ്ഞ് പറയുന്നുണ്ട്. പാവം. അപ്പോഴെന്താണ് വീണ്ടും ആ കുഞ്ഞ് ഉടുപ്പിലോട്ട് നോക്കി പറഞ്ഞു, മോളെ ആളുകൾ നിന്നെ കളിയാക്കും. എങ്ങനെയാണ് പറഞ്ഞത്? പിന്നെ പറയുന്നത് എന്തായാലും തലയണ ശീലമായി കേട്ടോ. തലയണ, നമ്മൾ തലയണയുടെ പില്ലോ കവറില്ലേ, തലയണ കവിയെ, ആ പില്ലോ കവർ പോലുള്ള ഉടുപ്പിട്ടോണ്ട് നടന്നാൽ നിന്നെ, അങ്ങനെയുള്ള തുണി കൊണ്ടുള്ള ഉടുപ്പിട്ടോണ്ട് നടന്നാൽ നിന്നെ ആളുകൾ കളിയാക്കുന്ന കവി പറയുകയാണ് കേട്ടോ. ആളുകൾ കളിയാക്കാൻ വന്നാലോ തലയണ ശീലയുമായി ചുറ്റി നടന്നാൽ ഞാൻ ചോദിച്ചു. അങ്ങനെ ചോദിക്കുകയാണ്. കഷ്ടം. ആ കുഞ്ഞിന്റെ ആ ഒരു സന്തോഷം മൊത്തവും മാറി ആ കൂടി ഉള്ളൊരു സങ്കടാവസ്ഥയിലായി പോയി. അല്ലോ, നോവുകളുടെ ഉടുപ്പുരി ഞാൻ തെറിപ്പിച്ചു, പാവമാ പെൺകുഞ്ഞെന്നും വിതുമ്പിക്കരഞ്ഞു പോയി. പാവമായിട്ടുള്ള ആ പെൺകുഞ്ഞ് എന്ത് ചെയ്തു? വിതുമ്പി കരയുകയാണ്. നോക്കിയേ, നമ്മൾ എവിടെ വരാണ് പഠിച്ചത്? നമ്മൾ പഠിച്ച ഭാഗം വായിക്കാൻ നോക്കി. താരക ചെറുപുള്ളി കുത്തിയ നീലാകാശ കിറുപോലെന്നും കാലത്തും മറത്തവൾ വന്നു. ഇന്നലെ എനിക്കൊരു ജാക്കറ്റു തയ്പ്പിച്ചല്ലോ, വന്ന പാടവളോതി വീട്ടിലെ വിശേഷങ്ങൾ. ഇന്നലെ മജീദിക്ക പട്ടണങ്ങളിൽ ചുറ്റി വന്നപ്പോൾ തയ്പ്പിച്ചതാണ്
ആളുകൾ ആ ഒരു തലയണശീലയുമായിട്ട് ഉടുപ്പിട്ടോണ്ട് അങ്ങനെയുള്ള ഉടുപ്പിട്ടോണ്ട് നടന്നാൽ മറ്റുള്ളവർ ആയിഷയെ കളിയാക്കില്ലേ? അങ്ങനെ ചോദിക്കുകയാണ്. നോവുകളുടെ അടപ്പുരി ഞാൻ തെറുപ്പിച്ചു. ആ കുഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കുന്ന ആ കുഞ്ഞിന്റെ സങ്കടത്തിന്റെ ആ ഒരു അടപ്പെല്ലാം ഒരു മാറ്റി. അപ്പോഴെന്താണ് നമ്മൾ ഇപ്പം എന്താണോ നമ്മളെ സെവനപ്പ് ബോട്ടില് തുറക്കാൻ തുടങ്ങുമ്പോ എന്ത് സംഭവിക്കും? ചെറുതായിട്ടൊരു എന്തോ ഒരു വീർമുട്ടലകത്ത് വരും അല്ലേ? അപ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങ് തുറന്നു കഴിഞ്ഞാൽ അകത്തുള്ളതെല്ലാം ഇങ്ങനെ ആ സോഡയും കാര്യങ്ങളെല്ലാം പുറത്തു പോവില്ലേ? ആ അടപ്പൂരി തെറിച്ചപ്പോഴത്തേന് അകത്തുള്ള അകത്തുള്ള സോഡ മൊത്തം പുറത്തു പോവില്ല, ആ സെവനപ്പ് മൊത്തം പുറത്തു പോവില്ലേ? അതുപോലെ ആ കുഞ്ഞ് വിഷമിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ആ വേദനയുടെ അടപ്പെല്ലാം ഉയർന്ന് തെറിപ്പിച്ചപ്പോ മൊത്തം വേദനയും കൂടി ഇങ്ങ് പുറത്താവില്ലേ? അങ്ങനെ സങ്കടം മൊത്തം വന്ന കുഞ്ഞങ്ങ് കരയുകയാണ്. പാവം. നോവുകളുടെ അടപ്പുരി ഞാൻ തെറുപ്പിച്ചു, പാവമാ പെൺകുഞ്ഞെന്നും വിതുമ്പി കരഞ്ഞുപോയി. അന്നും ആ പെൺകുഞ്ഞിതെല്ലാം കൂടെ കെട്ടപ്പോഴത്തേനും കഷ്ടം സങ്കടപ്പെട്ട് വിതുമ്പി കരഞ്ഞുപോയി. വിതുമ്പിന്ന് വെച്ചാൽ എങ്ങനെയാണ്? നല്ല വിതുമ്പി കരയുന്നേ, അങ്ങനെ വിതുമ്പി കരഞ്ഞുപോയി. ഞാനിനി വരുന്നില്ല മുകിലായി മുഖം മൂടും. ഞാനിനി ഇങ്ങോട്ട് ഞാൻ വരുന്നില്ല. മുകിൽ എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? മേഘം. മുകിൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞേ മുകിൽ. മേഘം. മുകിൽ എന്ന് പറയുന്നത് മേഘമാണ്. മേഘം. അങ്ങനെ എന്താണ് ആ ഒരു സങ്കടത്തോടു കൂടി മുഖം എല്ലാം കരിവാളിച്ചൊരു കാമുകിലിനെ പോലെയായി. അങ്ങനെ മുകിലായി മുഖം മൂടും മൂന്നില മൂപോൽ കണ്ണീരൊപ്പിക്കൊണ്ടവളോതി. അപ്പോഴെന്താണ് ആ മുകിലായി ഒരു സങ്കടം വന്ന മുഖം എല്ലാം കറുത്തിട്ടുണ്ട്, മേഘം വന്ന് മൂടിയതുപോലെയായി. എന്നിട്ട് എന്ത് ചെയ്തു? പൂനില പൂപോൽ കണ്ണീരൊപ്പിക്കൊണ്ടവളോതി. ആ പൂനിലാവ് പോലുള്ള ആ കണ്ണീര് എന്താണ്? മനോഹരമായ സുന്ദരമായ മുഖത്ത് ആ ഒരു കണ്ണുനീര് എന്തിനെ പോലെയാണ് കവി പറഞ്ഞിരിക്കുന്നത്? പൂനിലാവ് പോലെ, നിലാവ് പോലെ. പൂനിലാവ് മനോഹരമായ നിലാവാണ്. ആ നിലാവ് പോലുള്ള കണ്ണുനീര് ഒപ്പിക്കൊണ്ട്, ആ കണ്ണുനീര് തുടച്ചുകൊണ്ട് അവൾ ഓതി. ഓതുക, പറയുക. അവൾ ഓതി, അവൾ പറഞ്ഞു. അവൾ ഓതി. എന്താണ് അവൾ ഓതി? അവൾ പറഞ്ഞു. ഓക്കെ മക്കളെ, നോക്കിയേ. പൂനിലാവുപോൽ കണ്ണീരൊപ്പിക്കൊണ്ടവളോതി, വായ നിറച്ചിടുന്ന ഗദ്ഗദങ്ങളുമായി. വായ നിറച്ചിടുന്ന ഒരു ഗദ്ഗദങ്ങളുമായിട്ട് ആ കുഞ്ഞ് പാവല്ലേ വാതിലു കടന്നവൾ നടന്നു കൊടുന്നനെ. അപ്പോഴത്താണ് ആ വാതിൽ കടന്നിട്ട് അവൾ നടന്നു കൊടുന്നനെ. കൊടുന്നനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാണ് കേട്ടോ, പെട്ടെന്ന്. കൊടുന്നനെ പെട്ടെന്ന്. കൊടുന്നനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാണ് അർത്ഥം വരുന്നത്. നോക്കിയ മക്കളെ, അപ്പോഴെന്താണ് ആ ഉടുപ്പ് തലയണശീല പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ആ മനോഹരമായ മുഖത്ത് കാർമേഘം വന്ന് നിറഞ്ഞതുപോലെയായി. പിന്നെന്താണ്, എങ്ങനെയുള്ള കണ്ണുനീരാണ് ആ കുഞ്ഞിന് വന്നത്? പൂനിലാവ് പോലുള്ള കണ്ണുനീരാണ് ആ കുഞ്ഞിന് വന്നത്. അങ്ങനെ എന്താണ്? പൂനിലാവ് പോൽ കണ്ണീര് ഒപ്പിക്കൊണ്ടവളോതി. എന്താണ് പറഞ്ഞേ? വായ നിറച്ചിടുന്ന ഗദ്ഗദങ്ങളുമായി വാതിലു കടന്നവൾ നടന്നു കൊടുത്തത്. ആ ഗദ്ഗദം എന്തുകൊണ്ട് കുഞ്ഞുങ്ങളെ? വായ നിറച്ചിടുന്ന ഗദ്ഗദം. നമുക്ക് ചില സമയത്തൊക്കെ ഈ കരച്ചിലൊക്കെ വന്നിങ്ങനെ തൊണ്ടയിൽ തങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. ഇങ്ങനെ തൊണ്ട വന്നിട്ട് കരച്ചിലൊട്ട് വരത്തുമില്ല, ഒന്നും പറയാനും പറ്റുന്നില്ല, ശബ്ദം ഇങ്ങനെ പുറത്ത് വരാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. മനസ്സിലായ അവസ്ഥ എന്താണ്? സങ്കടമൊക്കെ വന്നിങ്ങനെ തൊണ്ടയിൽ വിങ്ങി പൊട്ടിയെ കൊണ്ട് കരച്ചിൽ വരുന്നത് ഗദ്ഗദം. ആ തൊണ്ടയിൽ ഇങ്ങനെ വന്ന് തടഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് എന്താണ് ആ ഒരു ഗദ്ഗദം. മനസ്സിലായോ? നമ്മളെ തൊണ്ടയിൽ വന്നിങ്ങനെ തടഞ്ഞു നിൽക്കില്ലേ സങ്കടവും
തൊണ്ടയിൽ നിൽക്കും, നമുക്കൊന്നും വാക്കുകളൊന്നും വരാത്തൊരു അവസ്ഥയാണ് ഗദ്ഗതം എന്ന് പറയുന്നത്. നോക്കൂ കുഞ്ഞുങ്ങളെ, വായ നിറച്ചിടുന്ന ഗദ്ഗതങ്ങളുമായി വാതിലു കടന്നവൾ നടന്നു കൊടുന്നനെ. അപ്പോഴെന്താണ് പെട്ടെന്ന് ആ ഒരു തൊണ്ടയിൽ ആ ശബ്ദമെല്ലാം ഇടറിക്കൊണ്ട് കുഞ്ഞെന്ത് ചെയ്തു? വേഗം വാതിൽ കടന്ന് അവളങ്ങ് പോയി. വാതിൽ നിന്ന് പുറത്തിറങ്ങി പോയി. കണ്ടോ? വാതിലു കടന്നവൾ നടന്നു കൊടുന്നനെ. കൊടുന്നനെ പെട്ടെന്ന്. കൊടുന്നനെ പെട്ടെന്ന്. നോക്കിയോ നിങ്ങളെ ബാക്കി നോക്കിക്കേ. ആയിഷേ ഞാൻ വിളിച്ചു ഞാൻ ചുമ്മാതെ പറഞ്ഞതാണ്. ആയിഷേ നീ ഇങ്ങനെ പൊട്ടിയാണെന്നോക്കാതെ. അപ്പോഴെന്താണ് വിളിച്ചത്? അവള് വാതിൽ കടന്നങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേന് കവി അവിടെ നിന്ന് വിളിക്കുകയാണ്. ആയിഷേ ഞാൻ വിളിച്ചു. എന്താണ്? ആയിഷേന്ന് വിളിച്ചു ഞാൻ ചുമ്മാതെ പറഞ്ഞതാണ്. ആയിഷേ നീ ഇങ്ങനെ പൊട്ടിയാണെന്ന് ഓർക്കാതെ. എന്താണ്? ആയിഷേ ഞാൻ ചുമ്മാതെ പറഞ്ഞാണ്, നീ ഇത്ര പൊട്ടിയാണെന്ന് ഓർക്കാതെ ഞാനങ്ങ് പറഞ്ഞു പോയതാണ്. കണ്ടോ? ആയിഷേ ഞാൻ വിളിച്ചു ഞാൻ ചുമ്മാതെ പറഞ്ഞതാണ്. ആയിഷേ നീ ഇങ്ങനെ പൊട്ടിയാണെന്ന് ഓർക്കാതെ. കണ്ണുനീർ തുളുമ്പിയ കണ്ണുകളോടെ തിരിഞ്ഞെന്നെ നോക്കിക്കൊണ്ടവൾ നിശബ്ദം നടന്നുപോയി. എന്താണ്? കണ്ണുനീർ തുളുമ്പിയ കണ്ണുകളോടെ തിരിഞ്ഞെന്നെ നോക്കിക്കൊണ്ടവൾ നിശബ്ദം നടന്നുപോയി. കണ്ണുനീര് തുളുമ്പിയ ആ കണ്ണുകളോടെ. എന്താണ്? കവി എന്താണ് പറയുന്നത്? ആയിഷേ ഞാൻ വെറുതെ പറഞ്ഞാണ്, ഞാൻ ചുമ്മാതെ പറഞ്ഞതാണ്. നീ ഇത്രയും പൊട്ടിക്കൊച്ചായി പോയല്ലോ, നീ ഒരു പൊട്ടി പെൺകുഞ്ഞായി പോയല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ പറഞ്ഞത് കേട്ട് നീ ഇത്ര പാവം ആയതുകൊണ്ടല്ലേ നീ ഇങ്ങനെ കരഞ്ഞു പോയത്. കണ്ടോ? ഞാനിങ്ങനെ നീ ഒരു വെറും പൊട്ടിക്കൊച്ചാണെന്ന് പെൺകുട്ടിയാണ് ഞാൻ ഓർക്കാതെ ഞാൻ പറഞ്ഞു പോയതാണ് ആയിഷയെന്ന് പറഞ്ഞ് ചുമ്മാതെ പറഞ്ഞാണെന്ന് പറഞ്ഞ് കവി തിരിച്ചു വിളിക്കുകയാണ്. കണ്ടോ? ആയിഷേ വിളിച്ചു ഞാൻ ചുമ്മാതെ പറഞ്ഞതാണ്. ആയിഷേ നീ എങ്ങനെ പൊട്ടിയാണെന്നോർക്കാതെ. കണ്ണുനീർ തുളുമ്പിയ കണ്ണുകളോടെ തിരിഞ്ഞെന്നെ നോക്കിക്കൊണ്ടവൾ നിശബ്ദം നടന്നുപോയി. എന്ത് ചെയ്തു? കണ്ണുനീർ തുളുമ്പിയ കണ്ണുകളോടെ. എങ്ങനെയുള്ള കണ്ണുകളോടാണ്? കണ്ണിൽ നിന്നും കണ്ണുനീര് തുളുമ്പിയ ആ കണ്ണുകളോടെ എന്ത് ചെയ്തു? കണ്ണുകളോടെ തിരിഞ്ഞ് എന്നെ തന്നെ നോക്കിക്കൊണ്ട്, തിരിഞ്ഞ് അവൾ ഞാൻ വിളിക്കുന്നത് കേട്ടപ്പോൾ തിരിഞ്ഞ് എന്നെ നോക്കിക്കൊണ്ട് ആ പെൺകുഞ്ഞ് എന്ത് ചെയ്തു? നിശബ്ദമായിട്ട് ഒന്നും പറയാതെ, എന്നോട് മറുപടി ഒന്നും പറയാതെ ആ കുഞ്ഞ് അങ്ങ് നടന്നുപോയി. കേട്ടോ? കണ്ണുനീർ തുളുമ്പിയ കണ്ണുകളോടെ തിരിഞ്ഞെന്നെ നോക്കിക്കൊണ്ടവൾ നിശബ്ദം നടന്നുപോയി. ആ രണ്ടു മിഴികളിൽ കണ്ടു ഞാൻ സംസാരിക്കും ആയിരം നനവാർന്ന കണ്ണുകൾ മനോജ്ഞങ്ങൾ. എന്താണ്? ആ കണ്ണിൽ എന്താണ് കവി കണ്ടത്? ആ രണ്ടു മിഴികളിൽ കണ്ടു ഞാൻ സംസാരിക്കും ആയിരം നനവാർന്ന കണ്ണുകൾ മനോജ്ഞങ്ങൾ. ആ രണ്ട് കണ്ണുകളിൽ എന്താണ് കണ്ടത്? ആ രണ്ട് കണ്ണുകളിൽ സംസാരിക്കുന്ന നനവാർന്ന കണ്ണുകൾ, മനോജ്ഞങ്ങളായിട്ടുള്ള മനോഹരമായിട്ടുള്ള കണ്ണുകളാണ് കണ്ടത്. അതായത് എന്താണ്? ഒരുപാട് കാര്യങ്ങൾ കണ്ണിൽ നിന്നും പറയാനുള്ളതുപോലെ മനസ്സിലാകുന്ന അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ കണ്ണിൽ നിന്ന് നമുക്ക് വായിക്കാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ ആ കണ്ണിന് പറയാനുണ്ട്. അത്രയ്ക്കും അങ്ങനെയുള്ള മനോജ്ഞങ്ങളായിട്ടുള്ള ആരണ്ടു മിഴികളിൽ കണ്ടു ഞാൻ സംസാരിക്കും ആയിരം നനവാർന്ന കണ്ണുകൾ മനോജ്ഞങ്ങൾ. നനവാർന്ന കണ്ണുകൾ എന്ന് പറഞ്ഞാൽ എന്തോടും? ആ കുഞ്ഞ് സങ്കടപ്പെട്ട് കരഞ്ഞിരിക്കുമല്ലേ? കരഞ്ഞ് അതല്ലേ കണ്ണ് നനവെന്ന്. കണ്ണിനെപ്പോഴാണോ നനവ് വരുന്നത്? കണ്ണുനീര് വരുമ്പോഴല്ലേ കണ്ണിന് നനവ് വരുന്നത്. അപ്പൊ നോക്കിക്കേ, മനോജ്ഞങ്ങളായിട്ടുള്ള, മനോജ്ഞങ്ങൾ എന്ന് വെച്ചാൽ എന്തുവാ? മനോജ്ഞം. മനോജ്ഞം കൊണ്ട് മനോഹരം കേട്ടോ, മനോഹരം. മനോജ്ഞം എന്ന് പറയുന്നത് മനോഹരം എന്നാണ്.
രണ്ടു മിഴികളിൽ കണ്ടു ഞാൻ സംസാരിക്കും 1000 നനവർണ്ണ കണ്ണുകൾ മനോജ്ഞങ്ങൾ. നിന്നു ഞാൻ അകലത്തെ പുൽച്ചെടി കാട്ടിൽ ചാരെ ചെന്നവൾ പതുക്കനെ മറയുന്നതും നോക്കി. എന്താണ് ആ കുഞ്ഞ് ഒന്നും പറയാതെ നിശബ്ദമായിട്ട് അങ്ങ് നടന്നു പോയി. എങ്ങനെയാണ് അവളുടെ കണ്ണുകൾ എങ്ങനെയുള്ളതായിരുന്നു? ആ 2 മിഴികൾ എന്താണ്? സംസാരിക്കുന്ന 1000 നനവാർന്ന കണ്ണുകൾ പോലെയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനുള്ള ആ കണ്ണുനീരാണ് ആ കുഞ്ഞിന്റെ കണ്ണുകളിൽ നിറയെ. ആ ഒരു സങ്കടങ്ങളെല്ലാം ആ കണ്ണുനീരായിട്ട് ഇങ്ങനെ ഒഴുകി വരുന്നു. എങ്ങനെയുള്ള കണ്ണുകളായിരുന്നു ആ കുഞ്ഞിൻ്റെത്? മനോജ്ഞങ്ങളായിട്ടുള്ള കണ്ണുകളായിരുന്നു. മനോജ്ഞം എന്ന് പറയുന്നത് എന്താ? മനോഹരമായിട്ടുള്ള കണ്ണുകളായിരുന്നു ആ കുഞ്ഞിൻ്റെത്. നോക്കിയേ, ആ 2 മിഴികളിൽ കണ്ടു ഞാൻ സംസാരിക്കും 1000 നനവാർന്ന കണ്ണുകൾ മനോജ്ഞങ്ങൾ. നോക്കിയേ, നിന്നു ഞാൻ അകലത്തെ പൂച്ചെടി കാടിൻ ചാരെ ചെന്നവൾ പതുക്കനെ മറയുന്നതും നോക്കി. എന്താണ് പിന്നെ ചെയ്തത്? നിന്നു ഞാൻ അകലത്തെ പൂച്ചെടി കാടിൻ ചാരെ. ഞാൻ ആ മുറ്റത്തൂരെയുള്ള ആ പൂച്ചെടികളുടെ അരികത്ത്, പൂച്ചെടിക്കാടിന്റെ ചാരെ. ചാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരികിൽ നിന്നാണ് അർത്ഥം കേട്ടോ. ചാരെ അരികിൽ. ചാരെ എന്ന് പറയുന്നത് അരികിൽ നിന്നാണ്. നോക്കിയ മക്കളെ, നിന്നു ഞാൻ അകലത്തെ പൂച്ചെടി കാടിൻ ചാരെ ചെന്നവൾ പതുക്കനെ മറയുന്നതും നോക്കി. അവിടെ ചെന്നിട്ട് അവൾ അവിടെ നിന്ന് മറയുന്നതും അവിടെ നിന്ന് വയ്യ മാറുന്നതും എല്ലാം ഞാൻ നോക്കി നിന്നു. എന്താണ്? നിന്നു ഞാൻ അകലത്തെ പൂച്ചെടി കാടിൻ ചാരെ ചെന്നവൾ പതുക്കനെ മറയുന്നതും നോക്കി. നിമിഷം ചിന്തിച്ചു ഞാൻ ആ നുണക്കുഴികളിൽ നിറയാൻ പാടില്ലാത്തതാണ് ഈ ചുടുക കണ്ണീർ. എന്താണ്? ആ നിമിഷം ഞാൻ ചിന്തിക്കണം. ആ കുഞ്ഞ് സങ്കടത്തോടു കൂടി അവിടെ നിന്ന് മറഞ്ഞു പോകുന്നത് കണ്ട് ഞാൻ എന്താണ് ചിന്തിക്കുന്നത്? ഞാൻ ചിന്തിക്കുന്നതാണ് എന്താണ്? നിമിഷം ചിന്തിച്ചു ഞാൻ ആ നുണക്കുഴികളിൽ നിറയാൻ പാടില്ലാത്തതാണ് ഈ ചുടുകണ്ണീർ. ആ കുഞ്ഞിന്റെ കണ്ണുനീർ, ആ ചുടുകണ്ണീർ ചൂട് കണ്ണീർ ഒരിക്കലും ആ കുഞ്ഞിന്റെ കണ്ണ് നിറയാൻ പാടുള്ളതല്ല. വെറുതെ ഞാൻ അതിനെ സങ്കടപ്പെടുത്തിയെന്ന് കവിക്ക് കുറ്റബോധം ഉണ്ടാവുകയാണ് കേട്ടോ. കഷ്ടം. ആ പാവം എന്ത് സന്തോഷത്തോടു കൂടിയാണ് ആ കുഞ്ഞ് വന്ന് പുതിയ ഉടുപ്പ് വാങ്ങിച്ചതിന്റെ സന്തോഷം വന്ന് പങ്കുവെച്ചത്. അന്നേരം ആ കവി അങ്ങനെ പറഞ്ഞ ആ കുഞ്ഞിനെ സങ്കടപ്പെടുത്താൻ കൊള്ളായിരുന്നോ? തീർച്ചയായിട്ടും കൊള്ളത്തില്ല. എന്ത് സങ്കടമായിപ്പോയി. ആ കുഞ്ഞ് വന്ന് സന്തോഷത്തോടു കൂടി വന്ന് ആ കുഞ്ഞ് കരഞ്ഞുകൊണ്ട് തിരിച്ചു പോകേണ്ടുന്ന ഒരു അവസ്ഥയായിപ്പോയി ഇല്ലേ? നോക്കിക്കേ മക്കളെ, ഒന്നും കൂടെ നോക്കിക്കേ. നമുക്ക് ആ പാഠം മൊത്തം ഒന്ന് വായിക്കാൻ ശ്രദ്ധിച്ചേ. താരക ചെറുപുള്ളി കുത്തിയ നീരാകാശ കീറുപോലെന്നും കാലത്തും മറത്തവൾ വന്നു. ഇന്നലെ എനിക്കൊരു ജാക്കറ്റു തയ്പ്പിച്ചല്ലോ വന്ന പാടവളോതി വീട്ടിലെ വിശേഷങ്ങൾ. ഇന്നലെ മജീദിക്ക പട്ടണങ്ങളിൽ ചുറ്റി വന്നപ്പോൾ തയ്പ്പിച്ചതാണ് ഒത്തിരി വിലയായി.
നോക്കിക്കേ. മനോജ്ഞം മനോഹരം. ഗദ്ഗദം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്താണ് തൊണ്ടയിൽ ശബ്ദം ഇടറുന്ന ഒരവസ്ഥയുണ്ടല്ലോ, തൊണ്ടയിൽ ശബ്ദം തടഞ്ഞിരിക്കുന്ന അവസ്ഥ, തൊണ്ടയിൽ ശബ്ദം ഇടറുന്ന ഒരവസ്ഥ, അതാണ് ഗദ്ഗദം എന്ന് പറയുന്നത്. മുകിൽ, മുകിൽ എന്ന് പറയുന്നത് മേഘമാണ്, മേഘം. താരകം നക്ഷത്രം. മിഴി കണ്ണ്. നോവ് വേദന, നോവുക വേദനിക്കുകയല്ലേ, നോവ് വേദന. ഓതുക പറയുക, കൊടുന്നനെ പെട്ടെന്ന്. ശീല വസ്ത്രമാണ്, വസ്ത്രം അല്ലെങ്കിൽ തുണി എന്നും പറയാം. വിഷാദം ദുഃഖം. ചാരെ അല്ലെങ്കിൽ അരികിൽ, എനിക്ക് അടുത്തെന്ന് പറയും ചാരെ. നിശബ്ദം, ശബ്ദമില്ലാത്ത അവസ്ഥയാണ് നിശബ്ദം. പിന്നെ നോക്കിയേ സമാന പദങ്ങൾ. നക്ഷത്രം, താര, താരകം, ഉടു എന്നൊക്കെ നക്ഷത്രത്തിന്റെ സമാന പദങ്ങളാണ്. പട്ടണം, പട്ടണം, പുരി, നഗരം ഒക്കെ പട്ടണമായിട്ട് വരും. കണ്ണുനീർ, അശ്രു, ബാഷ്പം ഒക്കെ കണ്ണുനീരാണ്. പിന്നെ വീട്, വീട് നമുക്ക് ഗൃഹം എന്ന് പറയാം. സദനം, ആലയം ഒക്കെ വീടാണ്. ചിത്തം, ചിത്തം എന്ന് പറയുന്ന മനസ്സ്, ചേതസ്, ചിത്തമാണ്. പിന്നെ പുഞ്ചിരി, പുഞ്ചിരി മന്ദഹാസം, സ്മിതം, സ്നേഹം ഒക്കെ വരുന്നുണ്ട് പുഞ്ചിരി. പിന്നെ മുഖം, ആസ്യം, വദനം. കൗമുദി, കൗമുദി എന്ന് വെച്ചാൽ എന്താണ്, നമ്മളെ കേരള കൗമുദി ഇല്ലേ, പത്രത്തിന്റെ പേരാണ് കേരളത്തിന്റെ കൗമുദി എന്നാണ്. അപ്പം നിലാവ്, കേരളത്തിന്റെ നിലാവാണ് കൗമുദി എന്ന് പറയുന്നത്, നിലാവാണ്. ഈ ചന്ദ്രിക എന്ന് പറയും, ചന്ദ്രിക, അതിന് നമ്മൾ കൗമുദി എന്നാണ് പറയുന്നത്. അപ്പോൾ കൗമുദിയുടെ സമാന പദങ്ങൾ നിലാവ്, ചന്ദ്രിക. അത് മക്കളെ ആ സമാന പദങ്ങൾ നമ്മളുടെ ടെക്സ്റ്റിന്റെ താഴെ തന്നെ കോളത്തിനകത്തോട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് എഴുതിയേക്കുന്നതാണ് കേട്ടോ. അടുത്ത് നോക്കിയ വാക്യത്തിൽ പ്രയോഗിക്കാനുള്ളത് എന്താണ്? കുടുകുടെ. എനിക്ക് എന്താണ് എൻ്റെ 10ാം ക്ലാസ്സിലെ റിസൾട്ട് അറിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കുടുകുടെ കണ്ണുനീരൊഴുകി. പിന്നെന്താണ്? കൊടുന്നനെ. എന്താണ് കൊടുന്നനെ? നമുക്ക് ഇപ്പൊ ഞാൻ നോട്ട്സിനകത്ത് തരുന്നത് മാത്രമല്ല, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും വാക്യത്തിൽ പ്രയോഗിക്കാനുള്ളത്. കൊടുന്നനെ എന്താണ്? മഴയ്ക്കിടയിൽ നിന്ന് മഴയ്ക്കിടയിൽ ആകാശത്ത് നിന്നും കൊടുന്നനെ ഒരു ശബ്ദം കേട്ടു. പിന്നെന്താണ്? കരിവാളിച്ച. അമ്മയുടെ അസുഖം അറിഞ്ഞ് അപ്പൂപ്പന്റെ മുഖം വിഷാദത്താൽ കരിവാളിച്ചു പോയി. അമ്മയുടെ അസുഖം അറിഞ്ഞ് അപ്പൂന്റെ മുഖം കരിവാളിച്ചു പോയി. പിന്നെന്താണ്? തുളുമ്പിയ. എന്താണ്? നിറഞ്ഞ് തുളുമ്പിപ്പോയ പാൽപാത്രവുമായിട്ട് ഞാൻ വീട്ടിലേക്ക് പോയി. തുളുമ്പുക, തുളുമ്പിയ, തുളുമ്പിയ കളയുക എന്നുള്ള അർത്ഥമാണ്. വിതുമ്പി കരയുക. എന്താണ്? സഹോദരിയുടെ മരണവാർത്ത അറിഞ്ഞവർ വിതുമ്പി കരയുക. നമുക്ക് സങ്കടങ്ങൾ വരുമ്പോഴേക്കും വിതുമ്പി കരയുന്നത്. പിന്നെ നനവാർന്ന, വീടിന്റെ പരിസരത്തെ നനവാർന്ന പ്രദേശത്ത് ഞാൻ കൃഷി ചെയ്തു. അത് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ എഴുതിക്കൂടെ. അപ്പോൾ ഞാൻ തരുന്ന സെന്റൻസ് ഇല്ല, നിങ്ങൾക്ക് ഏത് സെന്റൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും. ഇനി നോക്കി മക്കളെ, ആശയഭംഗി ഉണ്ട് ഇതിനകത്ത്. ആശയഭംഗി, ആ കൊടുത്തിരിക്കുന്ന വരികളുടെ ആ ഒരു ഭംഗിയൊന്ന് എന്തൊക്കെയാണ് കവി ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വിശദീകരിച്ച് എഴുതിയേക്കാണ്. നോക്കി, താരകച്ചെറു പുള്ളി കുത്തിയ നീലാകാശം പോലെന്ന് കാലത്ത് ഉമ്മറത്ത് അവൾ വന്നു. അപ്പൊ അത് നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോഴാരാണ് നമ്മളൊരു ആശയഭംഗി എഴുതുമ്പോഴേക്കും അത് ആരുടെ കവിതയാണ്, അതൊക്കെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ച് പോകണം അതിലൂടെ. നോക്കിക്കേ, അപ്പോഴെന്താണ്? വയലാർ ഒരു കൊച്ചു പെൺകുട്ടിയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെന്താണ്? നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കൃതമായിട്ടുള്ള മനോഹരമായ നീലാകാശത്തിന്റെ ഒരു ഭാഗം, ആ ഒരു ഭാഗം പോലെ എല്ലാ ദിവസവും പ്രഭാതത്തിൽ എന്താണ് ആ കുഞ്ഞ് ആ ഒരു വീട്ടിന്റെ ഉമ്മറത്തേക്ക് അവിടെ ചെല്ലാറുണ്ട്. പിന്നെന്താണ്? ആ ആകാശവും നക്ഷത്രവും പോലെ മനോഹരിയായിരുന്നു ആ പെൺകുഞ്ഞെന്ന് കവിക്ക് ഇതിനകത്ത് പറയാം. അങ്ങനെയുള്ളൊരു ആശയം, നമുക്ക് ആശയഭംഗി നമുക്കത് കൊടുത്തൂടെ? കൊടുക്കുക. അടുത്ത് നോക്കിയേ, ഞാനിനി വരുന്നില്ല, മുകിലായി മുഖം മൂടും പൂനിലാവും പോൽ മുഖം ഒത്തിക്കൊണ്ട് അവൾ ഓടി. എന്താണ് ആ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞതാണ്? പുത്തൻ ഉടുപ്പിട്ട് സുന്ദരിയായിട്ട് വന്ന പെൺകുട്ടിയുടെ എന്ത് ചെയ്തു? ഉടുപ്പ് തീരെ കൊള്ളില്ലെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? കവി ആ കുഞ്ഞിനെ കളിയാക്കുകയല്ലേ? എങ്ങനെയാണ് പറയുന്നത്? കിടക്കശീലെന്നോ തലയിണശീലെന്നോ ഒക്കെ പറഞ്ഞില്ലേ കുഞ്ഞിനെ കളിയാക്കുന്നത്? അങ്ങനെ എന്താണ്? അങ്ങനെ കളിയാക്കി പറയുമ്പോൾ എന്താണ്? ആ കുഞ്ഞ് വിതുമ്പി കരയുന്നു. ഇത് കേട്ട ആ കുഞ്ഞ് വിതുമ്പി കരയുന്നു. കാർമുകിൽ വന്ന് മൂടിയ മുഖത്തോടെ പൂനിലാവ് പോലുള്ള മുഖം പൊത്തി ഗദ്ഗതത്തോടെ ഞാനിനി വരുന്നില്ലെന്ന് പറഞ്ഞ ആ കുഞ്ഞ് അവിടം വിട്ട് പോകുന്നു അല്ലേ? പിന്നെ ഇനി ക്വസ്റ്റ്യൻ ആൻസറുകളുണ്ട്, അത് ഞാൻ നോട്ട്സിനകത്ത് നിങ്ങൾക്ക് തരാം.
എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കണം. നന്നായിട്ട് വായിച്ച് പഠിക്കണം. നോട്ട്സ് എല്ലാം കൃത്യമായിട്ട്. അപ്പോൾ ചോദ്യോത്തരം അത് എളുപ്പമാണ്. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമുക്ക് ഈ കവിത പഠിച്ചില്ലേ, അത് തന്നെ എളുപ്പമാണ് കുഞ്ഞുങ്ങളത്. അപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട കാര്യമില്ലല്ലോ. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. മാഡത്തിനെ വിളിച്ച് ചോദിച്ചാൽ മതി. മാഡം പറഞ്ഞു തരാം കേട്ടോ മക്കളെ. അതുപോലെ നോട്ട്സ് എഴുതുന്നത് കൃത്യമായിട്ട് എഴുതിയെടുക്കണേ. ആ ഇപ്പം നമ്മുടെ നോട്ട്സ് തന്നെ നോക്കിയേ, ആ ഒരു സ്ഥലത്ത് അർത്ഥം എഴുതാനുള്ള വാക്കുകൾ അതിന് കറക്റ്റ് ആയിട്ടുള്ള നടുക്ക് തന്നെ വരെ നിൽക്കണം. അതിന്റെ അപ്പുറത്തെ ഭാഗമായിട്ട് എഴുതണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞ് തിരിഞ്ഞൊന്നും പോവരുത്. പിന്നെ തരുന്ന നോട്ട്സ് അന്നന്ന് തന്നെ എഴുതി കംപ്ലീറ്റ് ചെയ്യണേ. ഇല്ലെങ്കിൽ എന്താണ് നാളെ എഴുതാം മറ്റന്നാൾ എഴുതാന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാം കൂടെ പെൻഡിങ് ആയിപ്പോ നോട്ട്ബുക്ക് ചെക്ക് ചെയ്യാനുള്ള സമയമൊക്കെ ആവുകയാണ്. അതുകൊണ്ട് എത്രയും വേഗം എല്ലാവരും എഴുതി തീർക്കണം. നന്നായിട്ട് പഠിച്ചോളണം. കുറച്ചൊക്കെ ഉള്ളു പഠിക്കാൻ കേട്ടോ. നന്നായിട്ട് പഠിക്കുക. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ.